പടം ഇറങ്ങിയിട്ട് കുറച്ച് നാളുകളായി. ഇപ്പോൾ തിയേറ്ററിൽ നിന്ന് വിട്ടിട്ടുണ്ടാവണം. മാത്രമല്ല മലയാളത്തിലേക്ക് ഡബ് ചെയ്തൊന്നും ഈ പടം ഇറങ്ങിയിട്ടില്ല. കന്നഡയിൽ മാത്രമാണ് സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. മംഗലാപുരത്ത് പോയപ്പോൾ രാജ്ബി ഷെട്ടിയുടെ മുഖം കണ്ടതുകൊണ്ട് മാത്രം ഞാൻ ടിക്കറ്റ് എടുത്ത് കയറിയ സിനിമയാണ് സ്വാതി മുത്തിന മാലഹാനിയെ എന്നാണ് ഞാനത് വായിക്കുന്നത് കേട്ടോ. ഞാൻ പോസ്റ്ററൊക്കെ സൈഡിൽ കൊടുക്കാം. പേര് കറക്റ്റ് ആണോ എന്നുള്ളത് നിങ്ങൾ തന്നെ ചെക്ക് ചെയ്ത് നോക്കുക. തിരുത്തി പറയാനാണെങ്കിൽ എങ്ങനെയാണത് പ്രൊനൗൺസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരിക. സിനിമയെക്കുറിച്ചാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. ഇതെന്തായാലും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ തിയേറ്ററിൽ കാണാൻ പറ്റില്ല. കുറച്ച് കഴിയുമ്പോൾ OTT റിലീസ് ആവാൻ സാധ്യതയുണ്ടാവും. ഇതെന്തിനാണ് ഇപ്പോൾ പറയുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ കണ്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്കൊന്ന് സജസ്റ്റ് ചെയ്യണമെന്ന് തോന്നി. നാളെ ഇതിൻ്റെ ഡബ്ഡ് വേർഷൻ വരികയോ അതല്ല ഇതൊരു OTT റിലീസായിട്ട് വരികയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ടുള്ളൊരു ചെറിയ മോട്ടിവേഷൻ. രാജ്ബി ഷെട്ടിയുടെ ലാസ്റ്റ് പടം ദുൽഖർ സൽമാൻ പ്രൊഡക്ഷൻസ് ആണെന്ന് തോന്നുന്നു ഡബ് ചെയ്ത് ഇറക്കിയത്. അപ്പം ഇതും അങ്ങനെ ഒരു സൗഹൃദത്തിൻ്റെ പുറത്ത് അവർ ഡബ് ചെയ്ത് ഇറക്കുമോ എന്നും എനിക്കറിയില്ല. സിനിമയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സിനിമ ഏറ്റവും കൂടുതൽ സ്പെഷ്യലാക്കുന്നത് ഇതിൻ്റെ കഥയാണെന്നൊന്നും ഞാൻ പറയില്ല. അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കോർ സ്റ്റോറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മരിക്കാൻ പോകുന്ന ഒരാൾ, മരണത്തെ മുന്നിൽ കണ്ട് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം ജീവിതം ബാക്കിയുള്ള ഒരാൾ, ആ ആൾ കാരണം ഇൻഫ്ലുവൻസ്ഡ് ആവുന്ന അല്ലെങ്കിൽ അയാളുടെ ചിന്തകൾ, പ്രവർത്തികൾ അതൊക്കെ ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് ഒരു ഇൻഫ്ലുവൻസ് ആയിട്ട് മാറുന്നു. അവരുടെയൊക്കെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അയാൾ ഈ ലോകത്തോട് ഏറ്റവും അവസാനം വിട പറയുന്നു എന്ന് പറയുന്നത് നമ്മൾ എത്രയോ മലയാള സിനിമകളിൽ കണ്ടിട്ടുണ്ട്. മലയാളം അടക്കം ഡബ് ചെയ്ത് വന്നിട്ടുള്ള സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഏകദേശം അതൊക്കെ തന്നെയാണ് ഈ സിനിമയുടെയും കോർ കഥ എന്ന് പറയുന്നത്. പക്ഷേ ഇതിനെ സ്പെഷ്യലാക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നെനിക്ക് തോന്നി. സിനിമ ആരംഭിക്കുന്നത് നമ്മുടെ നായികയെ കാണിച്ചുകൊണ്ടാണ്. നായിക ശരിക്കും മരണത്തെ കാത്തിരിക്കുന്ന ആളുകൾ, മരിക്കാൻ പോകുന്ന ആളുകൾ, അവർ ഏറ്റവും അവസാനം വന്ന് താമസിക്കുന്ന ഒരു സ്ഥലം. അപ്പം മരിക്കുന്നതിന് മുമ്പുള്ളൊരു മാനസികാവസ്ഥ, ഞാൻ മരിക്കാൻ പോവുകയാണെന്ന് അറിഞ്ഞിട്ട് വന്ന് താമസിക്കുന്ന ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത് ഒരു വല്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ അവിടെ അവർക്ക് വേണ്ടുന്ന മരുന്നും ആഹാരമൊക്കെ എത്തിക്കുക, അവരൊരു നിശ്ചിത തുക അടച്ചു കഴിഞ്ഞാൽ അവരുടെ അവസാന ദിവസം വരെ അവിടെ താമസിക്കാം. അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പോൾ അവിടെ ഈ മരിക്കാൻ പോകുന്ന ആളുകൾക്ക് കോൺഫിഡൻസ് കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ടുന്ന മാനസികമായിട്ടൊരു സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ നായികയുടെ ജോലി എന്ന് പറയുന്നത്. അതെന്തൊരു ദുഷ്കരമായ ജോലിയാണെന്ന് നോക്കുക. മരിക്കാൻ പോകുന്ന ആളുകളോട് നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണ്, പേടിക്കാതിരിക്കൂ എന്നൊക്കെയുള്ളൊരു മോട്ടിവേഷനാണ് അവർ കൊടുക്കുന്നത്. എന്നിട്ട് ഇതിൽ ഏറ്റവും രസമുള്ളൊരു കാര്യം, അവരുടെ ഉള്ളിലുള്ള ഒരു കാമുകി അല്ലെങ്കിൽ സ്നേഹം കൊതിക്കുന്ന ഒരു മനസ്സ് അത് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരതിനെ മെച്യൂരിറ്റി എന്നാണ് സിനിമയുടെ തുടക്കത്തിൽ പറയുന്നത്. പക്ഷേ സിനിമയുടെ അവസാനമാകുമ്പോൾ അവരും നമ്മളും തിരിച്ചറിയുന്നുണ്ട്, എനിക്ക് ആഗ്രഹമുണ്ട് സ്നേഹിക്കപ്പെടാൻ എന്ന് പറയുന്നത്, അത് പറയാതിരിക്കുന്നത് മെച്യൂരിറ്റി അല്ല, നമ്മുടെ ഉള്ളിലുള്ള സ്നേഹം കൊതിക്കുന്ന മനസ്സിനെ കൊല്ലലാണ് എന്ന്. അപ്പോൾ അങ്ങനൊരു അവസ്ഥയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആളാണ് ശരിക്കും ഈ ലോകത്തോട് വിട പറയാൻ പോകുന്ന ആളുകളോട് നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണ് എന്നൊക്കെ രാവിലെ കോൺഫിഡൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന രാജ്ബി ഷെട്ടി അവതരിപ്പിക്കുന്ന കഥാപാത്രം, അയാൾ അവർക്ക് കൊടുക്കുന്ന ഒരു സൗഹൃദമുണ്ട്, അത് അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളുണ്ട്. പോസിറ്റീവ്സിലേക്ക് കടക്കുകയാണെങ്കിൽ മ്യൂസിക് ഗംഭീരമായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ഒരു ഫീലാണെന്ന്. ഈ സിനിമ മൊത്തത്തിൽ നിങ്ങൾക്കൊരു തെറാപ്പി പോലെ ഫീൽ ചെയ്യും. മാനസികമായിട്ട് നമുക്കൊക്കെ ഒരുപാട് സ്ട്രെസ്സും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടല്ലോ. ചില സിനിമകൾ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ആശ്വാസം ഫീൽ ചെയ്യില്ലേ എന്ന് പറയുന്ന പോലെയാണ് ഈ സിനിമ കാണുമ്പോൾ. ഇത് നമുക്ക് നമ്മുടെ ഉള്ളിലൊരു ആശ്വാസം ഇങ്ങനെ സിനിമയുടെ തുടക്കം മുതൽ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിൽ മ്യൂസിക്കിൻ്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഗംഭീരമായിട്ട് പലയിടങ്ങളിലും മ്യൂസിക് എന്നല്ല ഞാൻ പറയുന്നത്, ഇതിൻ്റെ മൊത്തം സൗണ്ട് ഡിസൈൻ അടിപൊളിയാണ്. 2 വിഷ്വൽസാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. നമ്മുടെ നായികയും നായകനും തമ്മിലുള്ള ഒരു ക്ലാഷ് പോലെയൊക്കെയാണ് നമ്മൾ സിനിമയുടെ തുടക്കത്തിൽ കാണുക. അതിനൊരു ചേഞ്ച് കൊണ്ടുവരുന്ന ഒരു വിഷ്വലൊക്കെ ഉണ്ട്. ആ വിഷ്വലും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു കവിതയൊക്കെ ഉണ്ട്. ശരിക്കും ഇവർ സ്ക്രിപ്റ്റ് ചെയ്തിട്ടാണോ ലൊക്കേഷനിൽ പോയത്, അതോ ലൊക്കേഷനൊക്കെ കണ്ടതിന് ശേഷം ഫുൾ സ്ക്രിപ്റ്റ് സെറ്റായത് അങ്ങനെയാണോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകുന്നത് പോലെ അത്രമേൽ ഗംഭീരമായിട്ടാണ് വിഷ്വൽസും ഈ സിനിമയൊക്കെ ആയിട്ട് ചേർന്ന് പോകുന്നത്. പിന്നെ എടുത്തു പറയേണ്ട കാര്യമില്ലാത്ത ഉറപ്പായും ഉണ്ടാകുന്നൊരു കാര്യം, ഗംഭീര പ്രകടനങ്ങൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. രാജ്ബി ഷെട്ടി അടിപൊളി ആർട്ടിസ്റ്റാണ്. അതിൻ്റെ എല്ലാ ഗുണഗണങ്ങളും നമുക്ക് ഈ സിനിമയിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചും കൂടി മുകളിൽ എന്നൊക്കെ എനിക്ക് പറയാൻ തോന്നുന്നത് ഇതിലെ നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്ന അഭിനേത്രിയാണ്. സിരി രവികുമാർ എന്നാണ് അവരുടെ പേര്. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ വിയയുടെ ചാനലിലൊരു റീൽ റിയാക്ഷൻ എന്തോ ചെയ്ത സമയത്ത് അത് എഡിറ്റ് ചെയ്തപ്പോൾ പോയി എന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്, അതായത് രക്ഷിത് ഷെട്ടിയുടെയും ഋഷഭ് ഷെട്ടിയുടെയും ഒക്കെ രാജ്ബി ഷെട്ടിയുടെ ഒക്കെ സിനിമകളിൽ വരുന്ന നായിക കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന അഭിനേത്രിമാരില്ലേ, ഇവരിത് എവിടെ പോയി കണ്ടുപിടിച്ചുകൊണ്ട് വരുന്നു നമുക്ക് തോന്നിപ്പോവും. അത്രയും ഗംഭീരമായിട്ട് ആ ക്യാരക്ടറായിട്ട് ചേർന്ന് പോകാൻ പറ്റുന്ന അടിപൊളി ആർട്ടിസ്റ്റുകളാണ് അവരുടെ പടങ്ങളിലൊക്കെ വരുന്നത്. അതുപോലെ ഒരാളാണ് ഇതിലേ നമ്മുടെ നായിക കഥാപാത്രത്തിനെ കൈകാര്യം ചെയ്തിരിക്കുന്നത്. പുകഴ്ത്താൻ വാക്കുകളില്ല എന്നൊക്കെ നമ്മൾ പറയില്ലേ. ഒന്നാമത് ഈ സിനിമയുടെ മറ്റൊരു വലിയ പോസിറ്റീവ് എന്ന് പറയുന്നത് ഈ ക്യാരക്ടറൈസേഷനാണ്. ഓരോ ക്യാരക്ടേഴ്സ്, അവരുടെ സിറ്റുവേഷൻസ്, അവരുടെ ജീവിതങ്ങൾ, അതിനെയൊക്കെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിടുക എന്ന് പറയില്ലേ. സിനിമ തുടങ്ങുമ്പോൾ നമ്മുടെ നായിക ദോശ ഉണ്ടാക്കുന്നു, അവർ റെഡിയാവുന്നു, ഒരു ചായ ഭർത്താവിന് കൊടുത്തിട്ട് അവർ ജോലിക്ക് പോകുന്നു.
അത്രയും സീനിൽ അവരെ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. അവരെന്താണ് ഇത്രയും നാൾ ചെയ്തുകൊണ്ടിരുന്നതെന്നും ഇനി എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്നും അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലേക്ക് ഇയാൾ കടന്നു വന്നിട്ടില്ലെങ്കിൽ അവരുടെ ജീവിതം എത്രമാത്രം ഈ ഒരു അവസ്ഥയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുമെന്നൊക്കെയുള്ള കൃത്യമായ ധാരണ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ആ ആശുപത്രിയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ എല്ലാത്തിൻ്റെയും ഒരു കൃത്യമായിട്ടുള്ള രൂപം നമുക്ക് തരുന്നത് പോലത്തെ ക്യാരക്ടറൈസേഷൻസും സിറ്റുവേഷൻസും ഒക്കെയാണ് വരുന്നത്. അപ്പോൾ അവിടെ ഈ ഒരു നായിക കഥാപാത്രത്തിൻ്റെ പ്രകടനം കൂടി ചേരുമ്പോൾ, അതായത് കൃത്യമായി ഡിഫൈൻ ചെയ്യപ്പെട്ട ഒരു ക്യാരക്ടറിനെ വളരെ ഗംഭീരമായി അവതരിപ്പിക്കുക എന്ന് പറയുന്ന ഒരു കാര്യമാണ് ശ്രീ രവികുമാർ ഈ സിനിമയിൽ ചെയ്തിട്ടുള്ളത്. അങ്ങനെ എല്ലാം പെറുക്കി എടുത്ത് വെച്ച് നോക്കുമ്പോൾ നല്ല സിനിമയോടോ നല്ല ഫീലാണ്. ഇതൊരു ഫാമിലി മൂവിയാണ്. നമ്മൾ മറ്റേ ഫ്രണ്ട്സൊക്കെ ആയിട്ട് അടിച്ചു പൊളിച്ച് ജോളിയായിട്ടൊക്കെ ഇരിക്കുന്ന ആ ഒരു ടൈപ്പിൽ വരുന്ന പടമല്ല. അത് നമുക്കൊരു ഫാമിലിയൊക്കെ ആയിട്ട് ഇരുന്ന് കാണാവുന്ന, വലിയ തമാശകളോ വലിയ ട്വിസ്റ്റ് ആൻഡ് ടേൺസോ വലിയ ആക്ഷനോ അങ്ങനെ ഒന്നുമില്ലാതെ ഇങ്ങനെ ഒഴുകുന്നൊരു പടം. പിന്നെ എന്തെങ്കിലും നെഗറ്റീവായിട്ട് പറയാനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ കോർ കഥ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സ്കെൽറ്റൻ എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഒരുപാട് വട്ടം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ഒരു പാറ്റേൺ ഓഫ് കഥ പറച്ചിലാണ്. അത് അതുപോലെ തന്നെ എടുത്തു വെക്കുമ്പോഴും വളരെ മനോഹരമായ രീതിയിൽ അവതരിപ്പിച്ചു എന്നുള്ളതുകൊണ്ട് പിന്നെ അത്തരം സിനിമകൾ വന്നിട്ട് കുറച്ച് കാലമായല്ലോ. അപ്പോൾ അതൊക്കെ കൂടി വെച്ച് നോക്കുമ്പോൾ സിനിമ സംസാരിക്കാൻ ശ്രമിക്കുന്ന പൊളിറ്റിക്സ് അത്രയും ഗംഭീരമായതുകൊണ്ടും ഗംഭീര പ്രകടനങ്ങളും അങ്ങനെ ഒരുപാട് പോസിറ്റീവ്സ് കൊണ്ട് എനിക്ക് വളരെയധികം ഇഷ്ടം തോന്നിയൊരു സിനിമയാണ്. ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ഒരുപാട് ലേറ്റായി എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. സിനിമ ഞാൻ കഴിഞ്ഞ മാസമോ ഈ മാസം തുടക്കത്തിലോ എന്തോ ആണ് മംഗലാപുരത്ത് പോയപ്പോൾ കണ്ടത്. പക്ഷേ അത് കഴിഞ്ഞ് ഞാൻ ആശുപത്രി കിടക്കയിലേക്കാണ് നേരെ പോയത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഈ സിനിമയെക്കുറിച്ച് സംസാരിക്കാൻ തോന്നുന്നത്. എനിക്കൊന്ന് 2 ആഴ്ചയ്ക്ക് മുകളിലായി ഞാൻ പടം കണ്ടു കഴിഞ്ഞിട്ട്. ഇപ്പോഴും ഈ സിനിമയിലെ കുറേ കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ നിൽപ്പുണ്ട്, പോസിറ്റീവ്സൊക്കെ എണ്ണിപ്പെറുക്കി പറയാൻ പാകത്തിന്. അപ്പോൾ ഇനി അഥവാ എങ്ങനെയെങ്കിലും നിങ്ങൾ ഈ സിനിമ കാണുകയാണെങ്കിൽ, അഥവാ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. OTTയിൽ വരുമ്പോൾ ഫ്രീ ആയിരിക്കുന്നൊരു സമയത്ത് ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഈ സിനിമ കാണാൻ ശ്രമിക്കുക. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.